ചായ എങ്ങനെ നോക്കാം നമുക്ക്. നല്ല ചായ ചായല്ലേ? ഇറാനി ചായ ആണെങ്കിൽ ഒരു ചായ കൊണ്ടുവന്നു. അച്ചപ്പാടി വനസുന്ദരി ചിക്കൻ. ഇവിടെയുള്ള ഈ രണ്ട് മഹത് വ്യക്തികൾ ഇത് കഴിച്ചവരാണ്. ആന കരിമ്പങ്കാട്ട കയറിയ പോലെ അതാണ്. അത് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട്, വേറെ ഒന്നും ഇല്ല. വായന എല്ലാരും പറയും വായിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഇതുണ്ടാവും. പക്ഷെ ഇത് വായിച്ച് വായിച്ച് അറിവ് കൂടി വളഞ്ഞു പോയി. ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെമ്മാടാണുള്ളത് കേട്ടോ. ചെമ്മാട് എവിടെയാണെന്ന് ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളെല്ലാവരും ഒന്ന് ഗസ് ചെയ്യ് എവിടെയായിരിക്കും എന്ന്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും. പറയാത്തത് വേറൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് വന്നതല്ല. ഞങ്ങളിത് ഇങ്ങനെ പോകുമ്പം ഇങ്ങോട്ട് പെട്ടെന്ന് കയറേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇപ്പോൾ വന്ന സ്ഥലത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നും എന്തായാലും ആ വീഡിയോ ഞങ്ങൾ ചെയ്യും. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയണ്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ വന്ന സ്ഥിതിക്ക് ഏതായാലും ഒന്ന് കയറി നോക്കിയപ്പം ഇവിടെ ഞാനിതുവരെ കഴിക്കാത്തൊരു സംഭവം കണ്ടു. അപ്പോൾ പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ പിന്നെ ഇനി ഞാൻ വിചാരിച്ചു വേണ്ട. അപ്പോൾ പിന്നെ ഇവരാണെങ്കിൽ പറഞ്ഞപ്പോൾ ഇവർ തീരെ വിടുന്നുമില്ല. അപ്പം എന്നാൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കും എങ്ങനെ ഉണ്ടെന്ന്. മിക്കവാറും ചായ എങ്ങനെ നോക്കാം നമുക്ക്. നല്ല ചായയായിട്ട് വരും തോന്നുന്നുണ്ട്. കുറെ നേരമായി പോയിട്ടുണ്ടോ? ഇനി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പോയതാണോന്നും അറിയില്ല. വരുന്നുണ്ട്. ചായ ഇല്ല? ചായല്ലേ? ഇറാനി ചായ ആണെങ്കിൽ ഒരു ചായ കൊണ്ടുവന്നൂടെ? അവിടെ വേറെ അച്ചപ്പാടി വനസുന്ദരി ചിക്കൻ. ആ പേര് വരാൻ കാര്യം എന്തായിരിക്കും? നല്ല സുന്ദരിയായ കോഴിയായിരിക്കും. അച്ചപ്പാടി സുന്ദരിയാവും. മാർക്കിന് ലൈസൻസ് ഇനി കുറച്ചൊക്കെ നല്ലത് ഡീസന്റ് ഞാനാണ്. അല്ല അത് കണ്ടപ്പോ ഇപ്പൊ ഏകദേശം മനസ്സിലായി. അത് മനസ്സിലായിണ്ടാവും. നമ്മളെ ചായ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേ. നമുക്ക് വലിയ കളിയൊക്കെ ഉണ്ടല്ലോ. ഇത്രയും വലുപ്പമായിട്ട് ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ല എന്നറിയോ, എനിക്ക് ഈ സാധനം ഞാൻ എപ്പോഴും കാണുന്നത് പുറത്തുനിന്ന് കിട്ടുന്നതല്ലേ നമ്മൾ അധികം കാണാം. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടു. സോറി അങ്ങനെയല്ല. അപ്പൊ ഞാൻ വിചാരിക്കും അത് നല്ലതാണോ, അതല്ല നല്ലതാണോ, അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം, പാനിപൂരിയാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഓ ഇതിനാണോ ഇത്രയൊക്കെ പറയുന്നതെന്നല്ലേ. പക്ഷേ എന്തോ എനിക്ക് ഇത് കഴിക്കണമെന്ന് ഞാൻ കുറേ മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് എന്തോ കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഒരു ടെൻഷൻ പോലെ ഉള്ളിൽ. അപ്പോൾ ഇന്നും അതുണ്ട്. പക്ഷെ എന്തായാലും കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹം വെച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നോക്കണമല്ലോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഞാനിതൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അത് എന്തെല്ലാം വെറൈറ്റി എന്താണെന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ കൂടെയുള്ള ഈ രണ്ട് മഹത് വ്യക്തികൾ ഇത് കഴിച്ചവരാണ്. അപ്പൊ നമ്മള് എന്താ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ എന്താ എനിക്ക് അറിഞ്ഞൂടാ. കഴിക്കുക കഴിച്ചിട്ട് വന്നാൽ മതി. ഞാൻ വിചാരിച്ചു മതി. ഇത് കഴിച്ചു എല്ലാം ഞാൻ തിന്നണോ? ഇത് വേറെ ഒന്നും ചേർക്കാൻ പാടില്ല. കുളിപ്പിക്കാൻ പറഞ്ഞില്ല. ഇത് കുളിപ്പിച്ച് കുട്ടിണ്ടാവില്ല. ഒഴിക്കാനോ വായിക്കാൻ മൊത്തം പുറത്തേക്ക് വരും. അയ്യോ സംഭവം ആദ്യമായിട്ട് പാനിപൂരി കയ്യളക്കൂടെ. അങ്ങനെ രമ്യ ആദ്യമായിട്ട് പാനിപൂരി കഴിച്ചിട്ട് പ്രശ്നം സൂപ്പർ ഇതായിട്ട് ഇഷ്ടപ്പെട്ടത്. ട്രൈ ചെയ്തോ.
കുട്ടിയാണ്. അലുവായി പോയി മെൽറ്റായി ഉണ്ടായിട്ട് രണ്ടാം ടൈമിലുള്ള കുട്ടികൾ അപ്പൊ ഇത് നമ്മൾ തൈരും പിന്നെ മറ്റല്ല ഇതൊക്കെ നമുക്ക് പുറത്തേക്കൊന്നും വരുന്നില്ല. പൊടി അടിപൊളി. ഈ തൈര് കൂട്ടിയിട്ടുള്ളത് ഞാനും ഫസ്റ്റ് ഇനി തൈരില്ലാത്തതാണ് അത് അങ്ങനെ മാത്രം വെറുതെ തന്നില്ല. ഞാനാണ് ആക്കണം. ചാറ്റ് മസാലേൻ്റെ എങ്ങനെയൊക്കെ പറ. ചാറ്റ് മസാല ഇടുക. ചാറ്റ് മസാല ഇടുന്നത് ഇന്നും രസമില്ല. അല്ല അവിടെ ബെറ്റർ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് തൈനാണ്. ആ തൈ കിട്ടോ വേണ്ടതാ അങ്ങനെ കഴിച്ചോളാം. ഞങ്ങളിതൊക്കെ കഴിക്കട്ടോ. ആന കരിമ്പങ്കാട്ട് കയറിയ പോലെ ആണ്. ഞാനേ പറയാന്ന് ചിന്തിച്ചപ്പോഴേക്കും യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമിയുടെ അവസ്ഥ എന്നൊക്കെ പറയാൻ വെച്ചപ്പോഴത്തേക്ക് കറക്റ്റ് എന്താ പറയാ ഞങ്ങളിൽ ഭയങ്കര വായനാശീലം കൂടുതലുള്ള കുട്ടിയാണ് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട്, വേറെ ഒന്നും ഇല്ല. വായന എല്ലാരും പറയും വായിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഇതുണ്ടാവും. പക്ഷെ ഇത് വായിച്ച് വായിച്ച് അറിവ് കൂടി വളഞ്ഞു പോയി. കഴിഞ്ഞോ? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോവാണ്. പക്ഷെ സ്ഥലം ഞങ്ങൾ പറഞ്ഞിട്ട് പറയണം കേട്ടോ. ഞങ്ങൾ എവിടെയാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. നമുക്കൊരു രസമല്ലേ ഞങ്ങൾക്കും ഇങ്ങനത്തെ ഒരു വീഡിയോകളല്ലേ. അതുമാതിരി അല്ല, നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കൂടെ കൂടിയാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ഞങ്ങളെ ഏറ്റെടുക്കുന്ന ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് എതിർക്കുന്നവരുണ്ടാവും, അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും എന്നറിയും. പറയില്ലേ? അപ്പൊ ഓക്കെ, എന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച്